ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരന് ജി എസ് ടിയിൽ എത്ര രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കാമെന്നാണ്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് രണ്ട് രീതിയിൽ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാം. റെഗുലർ സ്കീമിലും എടുക്കാം രജിസ്ട്രേഷൻ, കോമ്പോസിഷൻ സ്കീമിലും എടുക്കാം. ഇനി എന്താണ് റെഗുലർ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ സ്കീമിൽ ഏതൊരു വ്യക്തിക്കും, അതായത് 0 മുതൽ അങ്ങ് അനന്തമായ അഗ്രഗേറ്റീവ് ടേൺ ഓവറുള്ള ഏതൊരു വ്യക്തിക്കും ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ വരുമാനം കുറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത്. കോമ്പോസിഷൻ സ്കീം സാധാരണ രീതിയിൽ വരുമാനം കുറഞ്ഞിരിക്കുന്ന സ്മാൾ ഓർ മീഡിയം സ്കെയിൽ ബിസിനസ്സുകാരെ ആണ് ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളതെന്ന്. റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഗവൺമെൻറ് ജി എസ് ടി ആക്ട് സെക്ഷൻ 9 പ്രകാരമാണ് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്. കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർ കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 പ്രകാരം ക്ലൗസ് 1 പ്രകാരമാണ് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇനി അടുത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ഈ രണ്ട് സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികൾ ഏതൊക്കെ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അവർ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അവർക്ക് ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ. എന്നാൽ കോമ്പോസിഷൻ സ്കീമിലാണെങ്കിൽ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് മാത്രമേ ജി എസ് ടിയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹോട്ടൽ, പിന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ചില അതർ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും ഹോട്ടൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും ജി എസ് ടിയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. എല്ലാ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്കും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ ലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതാണ് റെഗുലർ സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഞാൻ പറഞ്ഞിരുന്നു, കോമ്പോസിഷൻ സ്കീമിൽ നോർമലി വരുമാനം കുറഞ്ഞിരിക്കുന്ന ബിസിനസ്സുകാരും അതുപോലെ തന്നെ സ്മാൾ മീഡിയം സ്കെയിൽ ബിസിനസ്സുകാരാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപ താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറൈസ്ഡ് സ്റ്റേറ്റുകളിൽ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 75 ലക്ഷം താഴെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൈക്ക് അരുണാചൽ പ്രദേശ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം തുടങ്ങിയ സ്റ്റേറ്റിലെ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ അവർ എന്തായിരിക്കണം, അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ 75 ലക്ഷം താഴെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ ഏത് സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരും രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ റെഗുലർ ജി എസ് ടി രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഏത് സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ അയാൾക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. ഇനി സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണ്, അയാൾ റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഏത് സർവീസ് വിറ്റാലും അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് സർവീസ് ആയിക്കോട്ടെ വിൽക്കുന്നത് അയാൾക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ ആണ് എങ്കിൽ ചില സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് മാത്രമേ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഈ ചില സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയിൽ താഴെ വന്നാൽ മാത്രമേ ആ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ താഴെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ സ്വഭാവം അനുസരിച്ചായിരിക്കും ഗവൺമെൻറ്റിലേക്ക് ആ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അല്ല എങ്കിൽ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരും വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊഡക്റ്റ് ആകാം, ലക്ഷറി പ്രൊഡക്റ്റ് ആകാം, അല്ലെങ്കിൽ എന്താണ്
ഹൈലി നെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആകാം. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളുടെ സ്വഭാവം അനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ വിലയിലായിരിക്കും GSTയുടെ ടാക്സ് സ്ലാബ് അല്ലെങ്കിൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്നും അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൽ നിന്നുമായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതായത് സർവീസിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് ഏത് GST ടാക്സ് സ്ലാബിൽ അല്ലെങ്കിൽ ടാക്സ് റേറ്റിൽ വരുന്നു എന്ന് ക്ലാസിഫൈ ചെയ്ത് അതാത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ നിന്നോ അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റിൽ നിന്നോ ആയിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ്റെ സ്വഭാവം അനുസരിച്ച് അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അഗ്രഗേറ്റീവ് ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി റെഗുലർ സ്കീമിൽ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ അയാളുടെ പ്രൊഡക്റ്റിൻ്റെ മേലോ അല്ലെങ്കിൽ സർവീസിൻ്റെ മേലോ അപ്ലൈ ചെയ്യുന്ന ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. ഓക്കെ. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ബിസിനസ്സുകാരൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ അഗ്രഗേറ്റീവ് ടേൺ ഓവറിനെ അടിസ്ഥാനമാക്കിയുള്ള ടാക്സ് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പം കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മാനുഫാക്ചർ ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡ് ബിസിനസ് ആയിക്കോട്ടെ, അയാളുടെ 3 മാസത്തെ അല്ലെങ്കിൽ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 1% ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെ പേ ചെയ്യുന്ന 1%-ൽ 0.5% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ടാക്സ് ആയിട്ട് ചെല്ലും. ബാക്കിയുള്ള 5% അയാൾ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് SGST ആയിട്ടും, ഇനി യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട പാർട്ടിയാണെങ്കിൽ ബാക്കിയുള്ള 0.5% യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്കും ആയിരിക്കും ചെല്ലുന്നത് UTGST ടാക്സ് സിസ്റ്റമായിട്ട്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ചില സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണ്, അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവർ 50 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീം രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടൽ വിൽക്കുന്ന ബിസിനസ്സുകാരൻ്റെ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 5% ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് അയാൾ ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അങ്ങനെ പേ ചെയ്യുന്ന ടാക്സിലെ 2.5% CGSTയും ബാക്കിയുള്ള 2.5% അയാൾ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ആളാണെങ്കിൽ UTGST ആയിട്ടും SGST ആയിട്ടും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ചെല്ലും. ഓക്കെ. ഇനി അതർ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരന്, അതായത് ഹോട്ടൽ സർവീസ് ഒഴിച്ച് ബാക്കി അതർ സർവീസ്, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ആകാം, എഡ്യൂക്കേഷൻ സർവീസ് ആകാം, ആ രീതിയിൽ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ വരുമാനം അഗ്രഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്ന ഒരു കൊല്ലത്തെ 50 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ ആ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 6% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നു. അതായത് 50 ലക്ഷത്തിൻ്റെ താഴെയുള്ള അതർ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരന് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന കോമ്പൻസേഷൻ ഡീലറുടെ അതർ സർവീസ് വിളിക്കുന്ന കോമ്പൻസേഷൻ ഡീലറുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 6% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അയാൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. 3% എന്ന് പറയുന്നത് അങ്ങനെ പേ ചെയ്യുന്ന ടാക്സിൽ അങ്ങനെ പേ ചെയ്യുന്ന ടാക്സിൽ 6%-ൽ 3% സെൻട്രൽ ഗവൺമെൻറ് കൈകളിലേക്ക് ചെല്ലും. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് അയാൾ യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ആളാണെങ്കിൽ UTGST ടാക്സ് ആയിട്ട് യൂണിയൻ ടെറിട്ടറി അതോറിറ്റിയുടെ കയ്യിലും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ SGST ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൈകളിലേക്കും ചെല്ലുന്നു. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ആണ് എങ്കിൽ അയാൾ 3 രീതിയിലുള്ള ടാക്സ് റിട്ടേൺ ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3 രീതിയിലുള്ള ടാക്സ് റിട്ടേൺ ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം ഞാൻ എന്ത് ചെയ്യും, ആ സപ്ലയർക്ക് ടാക്സ് കൊടുക്കും. ഓക്കെ. ആ സപ്ലയർക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ബിസിനസ്സുകാരനായ ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം അടയ്ക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2 ഗവൺമെൻറ്റിലേക്ക് ഞാൻ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഫസ്റ്റ് ടാക്സ് റിപ്പോർട്ട്. ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് സപ്ലയറുടെ കയ്യിൽ കൊടുക്കുന്നു. സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഏതൊരു ബിസിനസ്സുകാരും പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് ഓർ ഔട്ട്പുട്ട് ടാക്സ് റിപ്പോർട്ട്. ഇതിന് മറ്റൊരു പേരാണ് GSTR 2 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിപ്പോർട്ട്
2 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടാക്സ് റിപ്പോർട്ടാണ് ഇങ്ങനെ ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഷോ ചെയ്യുന്ന റിപ്പോർട്ട് സെയിൽസ് ടാക്സ് റിപ്പോർട്ട് ഓർ ഇൻപുട്ട് ടാക്സ് റിപ്പോർട്ട്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗുഡ്സ് ആൻഡ് ടാക്സ് റിപ്പോർട്ട് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ടാക്സ് റിപ്പോർട്ടായില്ലേ. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് സമ്മറി റിപ്പോർട്ട്. അതായത് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന വഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സും ഷോ ചെയ്യുന്ന സമ്മറി ടാക്സ് റിപ്പോർട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് GSTR 3B. ഏതൊരു ബിസിനസ്സുകാരനും റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരനും ഈ 3 ടാക്സ് റിപ്പോർട്ട് മാസം ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇയാൾ ഫസ്റ്റ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ട ടാക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ജൂൺ മാസത്തെ ടാക്സ് റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഫയൽ ചെയ്യേണ്ടത് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ഗുഡ്സ് വിറ്റിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന സെയിൽസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 1 ആണ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടത്. ഇത് ജൂൺ മാസത്തെയാണ് എങ്കിൽ പിറ്റേ മാസം ജൂലൈ മാസം 10 മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ ടാക്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ എന്താണ് ടാക്സ് എമൗണ്ട് അയാളുടെ സപ്ലയർ മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. പർച്ചേസ് വഴി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് ഷോ ചെയ്യുന്ന പർച്ചേസ് ടാക്സ് റിപ്പോർട്ട് അഥവാ GSTR 2 ഞാൻ ജൂൺ മാസത്തെയാണ് എങ്കിൽ അത് പിറ്റേ മാസം ജൂലൈ 15 മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതുകൂടാതെ തന്നെ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ ജൂൺ മാസത്തെ പർച്ചേസ് ടാക്സും അതുപോലെ തന്നെ സെയിൽസ് ടാക്സും ഒരുമിച്ച് ഷോ ചെയ്യുന്ന സമ്മറി റിപ്പോർട്ടായ GSTR 3B എന്ന് പറയുന്നത് പിറ്റേ മാസം ജൂലൈ 25 മുമ്പ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും മന്ത്ലി 3 ടാക്സ് റിപ്പോർട്ട് വെച്ച് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. അങ്ങനെ ഒരു കൊല്ലം 12 മാസമുണ്ട്. അയാൾ ഒരു കൊല്ലം ഓരോ മാസം 3 റിപ്പോർട്ട് വെച്ച് ഫയൽ ചെയ്യുന്നു. മൊത്തം 36 ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ ഒരു ആനുവൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടി വരും. അയാളുടെ ഒരൊറ്റ കൊല്ലത്തെ ഒരൊറ്റ ഫിനാൻഷ്യൽ ഇയറിൽ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലൂടെ അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന ടാക്സ് അതുപോലെ തന്നെ മൊത്തം എത്ര ടാക്സ് അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഷോ ചെയ്യുന്ന അയാളുടെ ഒരു കൊല്ലത്തെ ആ ബിസിനസ് സ്ഥാപനത്തിലെ സർവത്ര ടാക്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആനുവൽ ടാക്സ് റിപ്പോർട്ട് ഇയാൾ പേ ചെയ്യണം. ഇങ്ങനെ മൊത്തം മന്ത്ലി പേ ചെയ്യുന്ന 3 ടാക്സ് റിപ്പോർട്ട് ഇൻറ്റു 12 മാസത്തെ ടാക്സ് റിപ്പോർട്ട് മൊത്തം എത്രയാണ് 36 ടാക്സ് റിപ്പോർട്ടും അതുകൂടാതെ ഒരു കൊല്ലത്തെ ആനുവൽ ടാക്സ് റിപ്പോർട്ടും അടക്കം ഗവൺമെൻറ്റിലേക്ക് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ 37 ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 3 മാസം കൂടുമ്പോൾ മാത്രം ഫയൽ ചെയ്താൽ മതി. അങ്ങനെ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ക്വാർട്ടർലി പേ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ടിൻ്റെ പേരാണ് GSTR 4 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റിപ്പോർട്ട് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ 3 മാസം കൂടുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ അയാൾ ഒരു കൊല്ലം 4 ക്വാർട്ടർ വെച്ചുകൊണ്ട് 4 ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നുള്ളൂ. അതുകൂടാതെ തന്നെ ഒരു ആനുവൽ ടാക്സ് റിപ്പോർട്ടും ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യണം. കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷോ ചെയ്യുന്ന ആനുവൽ ടാക്സ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ മൊത്തം 4 ക്വാർട്ടറിലെ ടാക്സ് റിപ്പോർട്ട് പ്ലസ് ഒരു ആനുവൽ റിപ്പോർട്ട് അടക്കം 5 ടാക്സ് റിപ്പോർട്ടാണ് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെഗുലർ സ്കീമിൽപ്പെട്ട ആളും അതുപോലെ തന്നെ കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ആളും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് അവർ മാസം ഫയൽ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. റെഗുലർ സ്കീമിൽപ്പെട്ട ഒരാൾ അയാളുടെ എല്ലാ ടാക്സ് റിപ്പോർട്ടും എല്ലാ മാസം ഫയൽ ചെയ്യുമ്പോൾ അതിന് ഹൈ എക്സ്പെൻസ് ഉണ്ടാകുന്നു. എന്നാൽ കോമ്പൻസേഷൻ സ്കീമിൽപ്പെട്ട ഒരാൾ ആണെങ്കിൽ അവൾ ക്വാർട്ടർലി കേവലം ഒരേ ഒരു ടാക്സ് റിപ്പോർട്ട് മാത്രം ഫയൽ ചെയ്താൽ മതി. അപ്പോൾ വളരെയധികം എക്സ്പെൻസ് കുറവായിരിക്കും. ഇത് തന്നെയാണ് റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി
അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ സ്കീമിൽപ്പെട്ട ആളായിക്കോട്ടെ കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ആളായിക്കോട്ടെ അവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മസ്റ്റായിട്ട് എന്ത് കിട്ടും? ഒരു ജി എസ് ടി നമ്പർ കിട്ടും. ഓക്കെ, അത് മസ്റ്റായിട്ടും അവരുടെ കടയുടെ ഫ്രണ്ടിലോ അല്ല എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ മസ്റ്റായിട്ടും ഷോ ചെയ്തിട്ടുണ്ടാകണം. ഇപ്പോൾ ഉദാഹരണം, ഞാൻ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എനിക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ജി എസ് ടി നമ്പർ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മസ്റ്റായിട്ടും എൻ്റെ കടയുടെ നെയിം ബോർഡിലോ അല്ല എങ്കിൽ ഞാൻ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ മസ്റ്റായിട്ട് എന്ത് ഷോ ചെയ്തിട്ടുണ്ടാകണം? എൻ്റെ ജി എസ് ടി നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഇനി കോമ്പോസിഷൻ ഡീലർ ആണ് എങ്കിൽ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ജി എസ് ടി നമ്പർ കിട്ടും. അതോടൊപ്പം തന്നെ ആ ജി എസ് ടി നമ്പർ എൻ്റെ കടയുടെ നെയിം ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലോ ഷോ ചെയ്തിട്ടുണ്ടാകണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കോമ്പോസിഷൻ ഡീലർ ആണെന്നടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ഒരാൾ ജി എസ് ടി നമ്പർ ഇൻവോയ്സിലും അതുപോലെ തന്നെ കടയുടെ നെയിം ബോക്സിലും മെൻഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? ഞാൻ കോമ്പോസിഷൻ ഡീലർ എന്നുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ ജി എസ് ടിയുടെ അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ രജിസ്ട്രേഷൻ എടുക്കേണ്ട സമയത്ത് പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GSTR CMB 01 അഥവാ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ GSTR 01 എന്ന GST ഫോം രജിസ്ട്രേഷനായിട്ട് ഞാൻ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ GSTR CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം കോമ്പോസിഷൻ സ്കീമിൽ GSTയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡിഫറൻസ് ഉള്ള റെഗുലർ സ്കീമിൽപ്പെട്ട ആളാണെങ്കിൽ GST രജിസ്ട്രേഷൻ 01 ആപ്ലിക്കേഷൻ ഫോം മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ കോമ്പോസിഷൻ ഡീലർ ആണ് എങ്കിൽ GST CMB 01 കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? GST രജിസ്ട്രേഷൻ 01. അതിൻ്റെ ഒപ്പം തന്നെ പാർട്ട് ബിയിലെ GSTR CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആനുവലി ഫയൽ ചെയ്യുന്ന ആനുവൽ റിപ്പോർട്ട് ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇനി മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ ഒരു കൊല്ലം ആനുവലി ഫയൽ ചെയ്യേണ്ട എൻ്റെ ആനുവൽ ടാക്സ് റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് GSTR 9 എന്നാണ്. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ ഞാൻ ആനുവലി ഫയൽ ചെയ്യേണ്ട എൻ്റെ ആനുവൽ ടാക്സ് റിപ്പോർട്ടിൻ്റെ പേര് ഇങ്ങനെയാണ്, GSTR 9A എന്നാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപയുടെ മുകളിലോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ മുകളിലോ ഞാൻ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്ന 50 ലക്ഷത്തിൻ്റെ മുകളിലോ, ഞാൻ ഗുഡ്സ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപയുടെ മുകളിലോ വന്നു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ടും ഏത് സ്കീമിലേക്ക് മാറണം? കോമ്പോസിഷൻ സ്കീമിൽ നിന്നും ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറണം. അന്നേരവും ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GSTR CMB 02 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും റിവേഴ്സ് ചാർജ് മെക്കാനിക്സും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഗുഡ്സിൻ്റെ വില മാത്രം ഞാൻ അയാളുടെ കയ്യിൽ കൊടുക്കുകയും ഇതിൻ്റെ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും? ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, അപ്പോൾ എനിക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേനയുള്ള റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മെക്കാനിസം റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ അയാൾക്ക് റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല. അതായത് അൺരജിസ്റ്റേർഡ് കോമ്പോസിഷൻ
സ്കീമിൽ പെട്ടിരിക്കുന്ന ആൾ ഏതെങ്കിലും കാരണവശാൽ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. എന്നാൽ ഇങ്ങനെ അടയ്ക്കുന്ന ടാക്സ് എമൗണ്ടിന് ഒരിക്കലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയില്ല, റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ എന്ത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ കോമ്പോസേഷൻ സ്കീമിൽപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രം ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ സപ്ലയർക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് എനിക്കില്ല. കോമ്പോസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GST അകത്ത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്നാണെന്ന് ഇരിക്കട്ടെ. ഞാൻ സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ആ ഗുഡ്സിൻ്റെ വിലയോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞാൻ കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഓക്കെ, കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയോടൊപ്പം തന്നെ ഞാൻ കളക്ട് ചെയ്യുന്നു? ടാക്സ് എമൗണ്ടും കളക്ട് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ ഞാൻ ഗവൺമെൻറ്റിലൊക്കെ പർച്ചേസ് വഴി അടച്ചേക്കുന്ന ടാക്സും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടാണ് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടാണ് കൂടുതലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൂടുതലായിട്ട് ഞാൻ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് മാത്രമേ പറ്റുകയുള്ളൂ. ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരന് പറ്റുകയില്ല. കാരണം എന്താണ്? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ, ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഗുഡ്സിൻ്റെ വില മാത്രമായി അയാൾ കളക്ട് ചെയ്യുന്നുള്ളൂ. ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടോ? കാരണം അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി മറ്റൊരു കാര്യമാണ്, റെഗുലർ സ്കീമിലാണെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ കൊമേഴ്സ് ഓപ്പറേറ്റർക്കും റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എൻ്റെ സർവീസോ കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് റെഗുലർ സ്കീമിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. അതായത് ഞാൻ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഊബർ ടാക്സി അങ്ങനെ മുതലായ ഏതെങ്കിലും ഒരു കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിലും എനിക്ക് ഏത് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ? എനിക്ക് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കോമ്പോസേഷൻ സ്കീമിൽപ്പെട്ട ബിസിനസ്സുകാർക്ക് ഇപ്പം ഞാൻ കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ സ്റ്റേറ്റിൽ മാത്രമേ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഗുഡ്സോ സർവീസോ വേറൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. അതായത് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കോ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനോ ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസേഷൻ സ്കീമിൽ കോഷ്യൽ ടാക്സബിൾ പേഴ്സൺസിന് ഒരിക്കലും GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ബിസിനസ്സുകാർക്കും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. ഇനി നോൺ റെസിഡൻറ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ, അതായത് പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ കൊമേഴ്സ് മീഡിയം വഴി തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്കും ഒരിക്കലും GSTയുടെ അകത്ത് കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. കൊമേഴ്സ് മീഡിയം വഴി ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴി തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒരിക്കലും കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഈ രീതിയിലുള്ള ബിസിനസ്സുകാരൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല? കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് റെഗുലർ സ്കീമും കോമ്പോസേഷൻ സ്കീമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി
കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി പേഴ്സൺ ഹു അപ്ലൈസ് ഫോർ രജിസ്ട്രേഷൻ അണ്ടർ GST law may give an option pay tax under section 10 part B form GST registration 01 shall be considered as an intimation പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ ലെവി സ്കീം. അതായത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും നോർമലി സാധാരണ രീതിയിൽ ഏതൊരു ബിസിനസ്സുകാരനും GST രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ തന്നെ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം 01 പൂരിപ്പിച്ച് കൊടുക്കണം. അതിൻ്റെ അകത്ത് പാർട്ട് ബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും താങ്കൾ ഏത് രീതിയിലാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കോമ്പോസിഷൻ സ്കീം അഥവാ സെക്ഷൻ 10 പ്രകാരമാണ് ആ ബിസിനസ്സുകാരൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തുടക്കത്തിൽ പൂരിപ്പിച്ച് കൊടുക്കുന്ന GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിനെ ജസ്റ്റ് ഒരു പ്രീ ആപ്ലിക്കേഷൻ ഫോമായിട്ട് പ്രിലിമിനറി ആപ്ലിക്കേഷൻ ഫോമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ ഇയാൾ എന്ത് പൂരിപ്പിച്ച് കൊടുക്കണം? ഇനി GSTയുടെ അകത്ത് സെക്ഷൻ 10 അഥവാ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ GST രജിസ്ട്രേഷൻ ഫോം 01 പുറമെ തന്നെ ഫോം GST CMB 02 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഓൺലൈൻ വഴി GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ ഫോം GST CMB 02 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം കൂടി പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു വെരിഫിക്കേഷൻ കോഡ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വരും. അങ്ങനെ അത് രണ്ടും ക്ലിയറായിട്ട് ആ OTP കോഡ് ക്ലിയറായിട്ട് ആ പോർട്ടലിൽ ടൈപ്പ് ചെയ്യുന്നത് വഴി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പോസിഷൻ സ്കീമിൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഇത്രയും നാളത്തെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഗവൺമെൻറ്റിനെ ഓൺലൈൻ മുഖേന ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ സപ്പോർട്ടോടു കൂടി അറിയിച്ചിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ GSTയുടെ അകത്ത് തുടക്കത്തില്ല, ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. എൻ്റെ വരുമാന പരിധി കഴിഞ്ഞു. GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞേക്കാണ് ഇപ്പോൾ നിൻ്റെ വരുമാനം എന്ന് പറയുന്ന GSTയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിലാണ്. അപ്പോൾ നീ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം? നീ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ സ്കീം ആണ് എങ്കിൽ ഇത്രയും നാളും എൻ്റെ കടയിലുള്ള എല്ലാ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓൺലൈൻ വഴി ഫോം GST ITC 03 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. എൻ്റെ കടയിൽ ഇപ്പോൾ നിലവിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൻ്റെ എല്ലാ വാല്യൂവും ഞാൻ എന്ത് ചെയ്യണം? ആ ഓൺലൈൻ മുഖേന അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അറിയിച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. GSTയുടെ അകത്ത് ഞാൻ റെഗുലർ സ്കീമിൽ നിന്നും കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ വരുമാനം കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഓക്കെ, 1.5 കോടി താഴെ കുറഞ്ഞു വന്നു. ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്ന 50 ലക്ഷം താഴെ വന്നു. ഞാൻ GSTയിൽ ഇപ്പോൾ ഏത് സ്കീമിലാണ് നിൽക്കുന്നത്? റെഗുലർ സ്കീമിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറണം. ആ സമയത്ത് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട രജിസ്ട്രേഷനായിട്ട് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GST CMB 02 ആണ്. എന്നാൽ എൻ്റെ റെഗുലർ സ്കീമിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എനിക്ക് എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ടായിരുന്നു? എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഈ 2 കാര്യത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുണ്ട്, ഈ മുതലായ എല്ലാ കാര്യങ്ങളും എവിടെ കാണിച്ചിട്ടുണ്ടാകണം? ഞാൻ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. അത് പൂരിപ്പിച്ച് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റെഗുലർ സ്കീമിൽപ്പെട്ട ആളായ ഞാൻ
റെഗുലർ സ്കീമിൽ നിന്നും കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി അറിയിക്കാൻ വേണ്ടി ഞാൻ പൂരിപ്പിച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST ITC 03 എന്ന് പറയുന്നത്. ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഇത്രയും നാളുമുള്ള സ്റ്റോക്കിൻ്റെ വിവരങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. അതിന് അയാൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GST ITC 03 ആണ്. ഇനി ഞാൻ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തിയായ ഞാൻ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അതും GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ടാകണം. അതിന് എന്നെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഫോം GST ഗുഡ്സ് ആൻഡ് ടാക്സ് റിപ്പോർട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 03 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഇത് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് ആ ഫിനാൻഷ്യൽ ഇയറിൽ 60 ദിവസം ഏത് സമയത്താണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അന്ന് തൊട്ട് 60 ദിവസത്തിനുള്ളിൽ, അല്ല എങ്കിൽ റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന 16 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ പെട്ട ഒരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക. ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഇടപ്പള്ളിയിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, ഒരു കടയുണ്ടെന്ന് കരുതുക. ആ കടയ്ക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്ത്, മൂന്നാർ, അതുപോലെ തന്നെ കോഴിക്കോട് എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ബ്രാഞ്ച് ഓഫീസുണ്ട്. അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവുക എൻ്റെ കമ്പനിയുടെ പേരിലും എൻ്റെ ഈ ഹെഡ് ഓഫീസും ബ്രാഞ്ച് ഓഫീസിൻ്റെയും പേരിൽ ഞാൻ ഒരൊറ്റ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ കോമ്പൻസേഷൻ സ്കീമിൽ, അല്ലേ? അപ്പോൾ ഈ എൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് എത്ര ബ്രാഞ്ച് ഓഫീസുകളുണ്ടോ ആ ബ്രാഞ്ച് ഓഫീസിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും എല്ലാം വരുമാനവും കൂട്ടി അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എല്ലാം കൂടി കൂട്ടി ആണ് ഞാൻ GSTയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണോ അതോ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് ബ്രാഞ്ച് ഓഫീസുകളെല്ലാം കൂടി ഉണ്ട്. അതിനെല്ലാം കൂടി രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പാൻ അക്കൗണ്ട് നമ്പറിൻ്റെ കീഴിലായിരിക്കും ഈ രജിസ്ട്രേഷൻ അനുവദിക്കുക. അതായത് ഞാൻ ഈ GST രജിസ്ട്രേഷന് വേണ്ടി ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്, അതിന് ബ്രാഞ്ച് ഓഫീസൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂടി ഒരൊറ്റ GST രജിസ്ട്രേഷൻ ആയിരിക്കും. ഞാൻ ഒറ്റ രജിസ്ട്രേഷൻ ഈ എല്ലാ സ്ഥാപനത്തിനും കൂടി ഒറ്റ GST രജിസ്ട്രേഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കുന്നത് GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും. അതിൻ്റെ പാർട്ട് A എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പൂരിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ 3 ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി ഞാൻ ഒരൊറ്റ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആയിരിക്കും നൽകുക. അത് ഈ എൻ്റെ കൊടുക്കുന്ന പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ എന്ന് പറയുന്നത് ഈ 3 ബ്രാഞ്ചിനും വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പൻസേഷൻ സ്കീമിൻ്റെ മറ്റൊരു റൂളാണ്, കോമ്പൻസേഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിലാണെങ്കിൽ, അതായത് കോമ്പൻസേഷൻ സ്കീമിൽ തുടരുവാനുള്ള അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ലിമിറ്റ് അതിൽ കൂടുകയാണെങ്കിൽ അയാൾ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും എങ്ങോട്ട് മാറണം, റെഗുലർ സ്കീമിലേക്ക് മാറണം. ഇല്ല എങ്കിൽ അയാൾ എന്തടക്കേണ്ടതായിട്ട് വരും, പെനാൽറ്റി, അതുപോലെ തന്നെ പിഴ മുതലായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ്. എൻ്റെ നിലവിലത്തെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1 കോടി രൂപയേ ഉള്ളൂ. എന്നാൽ എൻ്റെ പിറ്റേ കൊല്ലം എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടി രൂപയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് എന്ത് മാറണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് മാറണം. ഇതിൻ്റെ സെയിം സീരീസിൽ ഞാൻ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരനാണ് എന്ന് സങ്കല്പിക്കുക. എൻ്റെ ഇപ്പോൾ നിലവിലത്തെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 45 ലക്ഷം രൂപയേ ഉള്ളൂ. പിറ്റേ കൊല്ലം അത് 50 ലക്ഷം രൂപയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ പിഴ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി മറ്റൊരു സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ റെഗുലർ സ്കീമിൽ പെട്ടിരിക്കുന്ന ആളുകളായിക്കോട്ടെ അവർ പേ ചെയ്യുന്ന മറ്റു രീതിയിലുള്ള ടാക്സുകളൊക്കെ വിൽ ബി റിമെയിൻ സെയിം തന്നെയായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് കോമ്പോസിഷൻ. ഈ 2 രീതിയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്.
നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു ഏതൊരു ബിസിനസ്സുകാരനും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ലിമിറ്റേഷന് താഴെയാണ് എങ്കിൽ. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം എഫക്റ്റീവ് ഡേറ്റ് ഓഫ് ഫോർ കോമ്പോസിഷൻ ലെവി, അതായത് കോമ്പോസിഷൻ സ്കീം അനുസരിച്ച് ഏത് സമയം മുതലാണ് അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഏത് സമയം മുതലാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനാകുന്നത്. അത് നോർമലി രണ്ട് രീതിയിലുള്ള സിറ്റുവേഷനിലാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് എന്നാണോ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മന്ത് മുതൽ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് അതായത് ന്യൂ രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് April 1 April to 31 March വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ ഏത് കൊല്ലമാണോ ഏത് മാസമാണോ അയാൾ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്, അയാൾക്ക് ആ രജിസ്ട്രേഷൻ കിട്ടുന്ന മന്ത് മുതൽ അയാൾക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ആൻ എക്സിസ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആണ് എങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഏത് മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ആ മാസം തൊട്ട് എന്താണ് ക്വാർട്ടർലി ഗവൺമെൻറ്റിലേക്ക് അവർ GSTയുമായി ബന്ധപ്പെട്ടുള്ള ടാക്സും ഫയൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് കോമ്പോസിഷൻ സ്കീമിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. ഒന്ന് എക്സിസ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യറിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട്, ഇപ്പോൾ 1 April ഏത് മാസവും ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് ക്വാർട്ടർ കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ എന്താണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യും. അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുവാനും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും സാധിക്കും. ഇനി ന്യൂ ബിസിനസ്സുകാരാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടി ആ മാസം തൊട്ട് അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഫോർ കോമ്പോസിഷൻ ലെവി, അതായത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ ഏതൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ല എങ്കിൽ ഏതൊക്കെ സ്കീമിൽപ്പെട്ട ആളുകൾക്കാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനി പറഞ്ഞു വരുന്നത്. The composition scheme is subject to conditions are specified Rule 5 which are mentioned below. അതായത് കോമ്പോസിഷൻ ആക്ടിൽ റൂൾ 5 അനുസരിച്ച് പറയുന്നുണ്ട് ഏതൊക്കെ ബിസിനസ്സുകാർക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാമെന്ന. ഫസ്റ്റ് വ്യക്തിയാണ് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് ഈ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ. നമുക്കറിയാം കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഒരിക്കലും കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല. അറിയാമല്ലോ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബ്രോക്കർമാർ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർ, ആ രീതിയിലുള്ള ബിസിനസ്സുകാരാണ് കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺസ് എന്ന് പറയുന്നത്. അവർക്കൊരിക്കലും GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല. നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺസ്, പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ, ഓക്കെ, അല്ല എങ്കിൽ വിദേശികളായിട്ടുള്ള ബിസിനസ്സുകാർ, അവർക്കൊരിക്കലും ഇന്ത്യയിൽ വന്നിട്ട് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് അയാളുടെ സ്റ്റേറ്റിൽ മാത്രമേ ടാക്സിബിൾ സപ്ലൈ നടത്താനുള്ള അധികാരമുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എനിക്ക് കേരളത്തിൽ ഉള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങാൻ പറ്റൂ, കേരളത്തിലുള്ള കസ്റ്റമർക്ക് ഗുഡ്സ് വിൽക്കാനും പറ്റൂ. അപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, GSTയുടെ അകത്ത് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സൺ ഹു ഹോൾഡ് സ്റ്റോക്ക് പർച്ചേസ് ഇൻ ദി കോഴ്സ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ് ഇമ്പോർട്ടഡ് ഫ്രം പ്ലേസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അതായത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഗുഡ്സ് ഞാൻ കസ്റ്റമേഴ്സിന് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ ഹോം സ്റ്റേറ്റിൽ നിന്നല്ല എങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അല്ല എങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലോ ആ രീതിയിലുള്ള ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പേഴ്സൺ ഹു ഹോൾഡ് സ്റ്റോക്ക് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഫ്രം ഹിസ് ഏജന്റ് ഓർ പ്രിൻസിപ്പൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് വേർ ദ
ഓപ്ഷൻ ഈസ് എക്സൈസ്ഡ്. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് തമിഴ്നാട്ടിലെന്ന് കരുതുക. എനിക്ക് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഐറ്റം എന്ന് പറയുന്നത് വണ്ടികളാണ്, വെഹിക്കിൾസ് ആണ് എൻ്റെ കേരളത്തിലുള്ള ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഈ വെഹിക്കിൾസ് ഞാൻ എനിക്ക് സപ്ലൈ ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ബ്രാഞ്ച് ഓഫീസിൽ ഹെഡ് ഓഫീസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായി, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ എൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഈ കേരളത്തിലുള്ള ഈ ബിസിനസ് സ്ഥാപനത്തിൽ ഒരിക്കലും GSTയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം പറഞ്ഞു വരുന്ന റൂൾ ഇത്രയേ ഉള്ളൂ, ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ, കേരളത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിലെ ബിസിനസ്സുകാരനായിക്കോട്ടെ, അയാൾ അതാത് സ്റ്റേറ്റിൽ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ആ സ്റ്റേറ്റിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള അയാളുടെ ഹെഡ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ സപ്ലൈ എന്ന് പറയുന്നത് അയാളുടെ സ്റ്റേറ്റിലുള്ള ബ്രാഞ്ച് ഓഫീസിലേക്കോ ആയിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ബിസിനസ്സുകാർക്ക് മാത്രമേ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. കേരളത്തിൻ്റെ അകത്ത് ഉള്ള ഒരു ഹെഡ് ഓഫീസിന് കേരളത്തിൻ്റെ അകത്തുള്ള ബ്രാഞ്ച് ഓഫീസിലേക്ക് മാത്രമേ ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, കേരളത്തിലുള്ള ഒരു ബ്രാഞ്ച് ഓഫീസിന് കേരളത്തിന് വെളിയുള്ള ഹെഡ് ഓഫീസിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റുകയില്ല സോൾഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താണ്, കേരളത്തിലുള്ള ഒരു ബ്രാഞ്ച് ഓഫീസിന് കേരളത്തിൽ തന്നെ ഹെഡ് ഓഫീസിൽ നിന്നും മാത്രമേ ഗുഡ്സ് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഏജൻ്റായിട്ട് വർത്തിക്കുന്ന ബിസിനസ്സുകാർക്കും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സൺ ഹു ഹോൾഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ, ഇഫ് ദെയർ ഇസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ, ഹി ഷാൽ പേ റിവേഴ്സ് ചാർജ് അണ്ടർ സെക്ഷൻ 9 ക്ലൗസ് 4. അതായത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ടാക്സബിൾ ഉള്ള ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് GST രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഗുഡ്സിൻ്റെ വില മാത്രം ഞാൻ അയാൾക്ക് കൊടുക്കുകയും അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യുന്നു സെക്ഷൻ 9 പ്രകാരം ക്ലൗസ് 4 പ്രകാരം. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേനയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സിനുണ്ടാകുന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ആ രീതിയിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ, ആ രീതിയിലുള്ള പർച്ചേസ് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബിസിനസ് ഫേമിന് ഒരിക്കലും GSTയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സൺ എൻഗേജ്ഡ് ദി മാനുഫാക്ചറിങ് ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ്, അതായത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ അകത്ത് GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാൻ മസാല, ടുബാക്കോ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഐസ്ക്രീം, അതുപോലെ തന്നെ അതർ എഡിസിബിൾ ഐസ് മുതലായ പ്രൊഡക്റ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സുകാർക്കോ സെയിൽ ചെയ്യുന്ന ബിസിനസ്സുകാർക്കോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇത്രയും ആളുകൾക്ക് എന്തെടുക്കാൻ പറ്റില്ല, കോമ്പൻസേഷൻ സ്കീമിൽ ഒരിക്കലും രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. ഒന്നുകൂടെ പറയാം, കാഷ്വൽ ടാക്സഡ് പേഴ്സൺ, നോൺ റെസിഡൻറ്റ് ടാക്സഡ് പേഴ്സൺസ്, പിന്നെന്താണ് ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്യുന്ന ആളുകളോ, അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് ഓഫീസ് അയാളുടെ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് വെളിയിലായിരിക്കാം, വേറൊരു സ്റ്റേറ്റിലായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് വേറൊരു സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി വേറൊരു സ്റ്റേറ്റിലെ ആളായിരിക്കാം. ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സുകാർക്കോ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കോമ്പോസിറ്റ് ടാക്സ് പെയർ ഈസ് ബൗണ്ട് ടു പേ റിവേഴ്സ് ചാർജ് ഓൺ ഇൻവാർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഞാനിപ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും കാരണവശാൽ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റോ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. ഏത് മെക്കാനിസം മുഖേന, റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കോമ്പോസിറ്റ് ടാക്സ് പെയർ ഷാൽ മെൻഷൻ ദ വേർഡ്സ്
കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ബിൽ ഓഫ് സപ്ലൈ. ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബില്ലിൽ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് സപ്ലൈസിനോ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ബില്ലോ അല്ല എങ്കിൽ കോമ്പോസിറ്റ് ഡീലറായിട്ടുള്ള ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കുന്ന ബില്ലോ മസ്റ്റായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അതായത് കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ഒരു വ്യക്തിക്ക് അയാൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഗുഡ്സിൻ്റെ വില മാത്രമേ കളക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ, ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുകയില്ല. ഈ ഒരു സ്കീം ഈ ഒരു വേഡ് കൃത്യമായിട്ടും അയാൾ ഇഷ്യൂ ചെയ്യുന്ന ബില്ലിൽ മസ്റ്റായിട്ടും ഷോ ചെയ്തിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യമാണ്, കോമ്പോസിറ്റ് ടാക്സ് പെയർ ഷാൽ മെൻഷൻ ദ വേഡ് കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ ഓൺ എവറി നോട്ടീസ് ഓർ സൈൻ ബോർഡ് ഡിസ്പ്ലേഡ് അറ്റ് എ പ്രൊമിനൻറ്റ് പ്ലേസ് അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസസ് ഓഫ് ബിസിനസ് അറ്റ് എവറി അഡീഷണൽ പ്ലേസ് ഓർ പ്ലേസസ് ഓഫ് ബിസിനസ്. അതായത് കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാൾ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ബില്ലിൽ മാത്രമല്ല അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെയിം ബോർഡിലോ അല്ല എങ്കിൽ അയാൾക്ക് ഒന്നിലധികം ബിസിനസ് സ്ഥാപനമുണ്ട്, ഒന്നിലധികം ബ്രാഞ്ചസ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനമുണ്ട് അയാളുടെ സെയിം സ്റ്റേറ്റിൽ, ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഈ ബ്രാഞ്ച് ഓഫീസുകളുടെ നെയിം ബോർഡിലും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ആ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ടാക്സബിൾ സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻവോയ്സിലും നെയിം ബോർഡിലും നോട്ടീസിലും മസ്റ്റായിട്ടും ഇയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് കാണിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. അയാളുടെ ബിസിനസ് സ്ഥാപനം എവിടെയൊക്കെ ഉണ്ടോ ആ സ്റ്റേറ്റിൽ അതിൻ്റെ ബ്രാഞ്ച് ഓഫീസിലും ഹെഡ് ഓഫീസിലും അതിൻ്റെ നെയിം ബോർഡിലും മസ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം എന്ത്, അയാൾ കോമ്പോസിഷൻ സ്കീമിലാണ് അയാളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അയാൾ ഒരു കോമ്പോസിഷൻ സ്കീമിൽപ്പെട്ട ആളാണെന്ന് മസ്റ്റായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യമാണ്, എ കോമ്പോസിറ്റ് ടാക്സ് പെയർ നീഡ് നോട്ട് ഫയൽ ഫ്രഷ് ഇൻറ്റിമേഷൻ എവറി ഇയർ ആൻഡ് കണ്ടിന്യൂ ടു പേ കോമ്പോസിഷൻ ലെവി സബ്ജക്ട് ടു പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ GST രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ഞാൻ കോമ്പോസിഷൻ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ എടുക്കുന്നത്. അത് ഒറ്റ പ്രാവശ്യം രജിസ്ട്രേഷൻ എടുത്താൽ മതി എന്ന് വരെ കോമ്പോസിഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഫോളോ ചെയ്യുന്നു അന്ന് വരെയും എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ആ ഒരൊറ്റ രജിസ്ട്രേഷൻ കൊണ്ട് കോമ്പോസിഷൻ സ്കീമിൽ തുടരാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓരോ ഫിനാൻഷ്യൽ ഇയർ അവസാനിപ്പിക്കുമ്പോഴും എനിക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കോമ്പോസിഷൻ സ്കീമിൽ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാണോ കോമ്പോസിഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറേണ്ടത് ആ ഒരു സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഞാൻ ഗവൺമെൻറ്റിലേക്ക് എൻ്റെ രജിസ്ട്രേഷൻ മാറാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കോമ്പോസിഷൻ സ്കീമിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേറൊരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമും എല്ലാ വർഷവും പുതിയതായിട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പോസിഷൻ സ്കീമിൽ പാലിക്കേണ്ട കാര്യം. ഒന്ന്, ഇൻവാർഡ് സപ്ലൈ, കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഏതെങ്കിലും അൺരജിസ്റ്റർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ടാക്സ് അയാൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അയാൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൽ മസ്റ്റായിട്ട് ഷോ ചെയ്തിട്ടുണ്ടാകണം അയാൾ ഒരു കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിരിക്കുന്ന പാർട്ടിയാണെന്ന്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം എവിടെയൊക്കെയുണ്ടോ, ഈ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ ബിസിനസ് സ്ഥാപനം എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെയിം ബോർഡിലും അതുപോലെ തന്നെ അതിൻ്റെ ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലും മസ്റ്റായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ സ്കീം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കോമ്പോസിഷൻ സ്കീമിൽ തുടരണമെങ്കിൽ എല്ലാ വർഷവും പുതിയ ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് കോമ്പോസിഷൻ സ്കീമിൽ പുതുക്കേണ്ട കാര്യമില്ല. എന്നാണോ അദ്ദേഹം GST രജിസ്ട്രേഷൻ കോമ്പോസിഷൻ സ്കീമിൽ എടുത്തേക്കുന്നത് അന്ന് തൊട്ട് വരെ അദ്ദേഹം ഈ കോമ്പോസിഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നു അന്ന് വരെ ആ കോമ്പോസിഷൻ സ്കീമിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ പറ്റും. ഒരൊറ്റ ആപ്ലിക്കേഷൻ ഫോം അതിന് മാത്രം അയാൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് മാത്രം പൂരിപ്പിച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്.
ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എത്ര നാളുണ്ടാകും കോമ്പോസിഷൻ സ്കീമിൻ്റെ വാലിഡിറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഏത് സമയത്താണ് കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. The registered patient shall continue to pay composite tax as long as satisfied the prescribed condition. അതായത് കോമ്പൻസേഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് കോമ്പൻസേഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസോ അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വരെ അയാൾ ഫോളോ ചെയ്യുന്നു അന്ന് വരെയും എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് കോമ്പൻസേഷൻ സ്കീമിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഫയൽ ചെയ്യാം അല്ലെങ്കിൽ പേ ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ്, ചിലപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാകും, ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് കോമ്പൻസേഷൻ സ്കീമിൽ ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപ താഴെയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് എന്നുവരെ ആ ബിസിനസ്സുകാർക്ക് അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്ന 1.5 കോടി രൂപ താഴെയാണോ അന്ന് വരെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുവാനും കോമ്പൻസേഷൻ സ്കീമിൽ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനും പറ്റും. ആ രീതി ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ 1.5 കോടി രൂപ മുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, അവർ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറിയാൽ മതി. ഇനി സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഹോട്ടൽ ബിസിനസ്സുകാരാണെങ്കിൽ 1.5 കോടി രൂപ താഴെയാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് അതർ ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഏത് സമയത്താണ് ഈ രണ്ട് ബിസിനസ്സുകാരുടെ സ്പെസിഫൈഡ് ലിമിറ്റ് എക്സീഡ് ആകുന്നത് അല്ലെങ്കിൽ കൂടുന്നത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, അവർ കോമ്പോസിഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറിയാൽ മതി. ഹോട്ടൽ ബിസിനസ്സുകാരാണ് ആ രീതിയിൽ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ 1.5 കോടി രൂപ മുകളിൽ വന്നാൽ മാത്രം ഇങ്ങോട്ട് മാറിയാൽ മതി, കോമ്പോസിഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറിയാൽ മതി. അതർ സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയിൽ നിന്നും 50 ലക്ഷം രൂപ കൂടുതൽ മാത്രം അവരെന്ത് ചെയ്താൽ മതി, കോമ്പോസിഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറിയാൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. ദ പേഴ്സൺ കവേർഡ് അണ്ടർ കോമ്പോസിഷൻ ലെവി ഷാൽ ബി ലയബിൾ ടു പേ ടാക്സ് അണ്ടർ നോർമൽ GST പ്രൊവിഷൻസ് ഫ്രം ദ ഡേ he ceases to satisfy any of the prescribed conditions. He shall issue tax invoices for every taxable supply made thereafter. അതായത് നമ്മൾ പറഞ്ഞു കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചായിരിക്കും ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി എന്നാണോ അവർ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി നോർമൽ രജിസ്ട്രേഷനിലേക്ക് വരുന്നത്, സാധാ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്, റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്, അന്ന് തൊട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ടാക്സബിൾ ഇൻവോയ്സ് അവർ സപ്ലൈ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ബാക്കി എല്ലാ രീതിയിലും അവർ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണോ സാധാ രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ റെഗുലർ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികൾക്കും ബാധകമാണ്. സാധാരണ റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ ഏതൊക്കെ രീതിയിലാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അതേ രീതിയിലുള്ള എല്ലാ സ്കീമും ഈ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി വരുന്ന ബിസിനസ്സുകാർക്കും ബാധകമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നോർമൽ രീതിയിൽ എന്താണ് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ അവർ എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്ന, ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവർ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നു. ഇതേ രീതിയിൽ എല്ലാ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള ആനുകൂല്യവും കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറി വരുന്ന ബിസിനസ്സുകാർക്കും കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ടു ഫയൽ ആൻ ഇൻറ്റിമേഷൻ ഫോർ വിഡ്രോവൽ ഫ്രം ദ സ്കീം in form GST CMB 04 within 7 days the occurrence of such event. Similarly, any registered person who intended to withdraw from the composition scheme also shall file an application in form GST CMB 04. വേറൊരു വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് ബിസിനസ്സുകാർ അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം മാറുമ്പോഴോ മസ്റ്റായിട്ടും GST ഈടകത്ത് റെഗുലർ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അല്ലേ. കോമ്പൻസേഷൻ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റ് ഓരോ ബിസിനസ്സുകാരെ, അത് സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരായിട്ട് ഗുഡ്സ് വിളിക്കുന്ന ബിസിനസ്സുകാരായിക്കോട്ടെ, അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിൽ
കൂടിയാൽ അവർ മസ്റ്റായിട്ട് എങ്ങോട്ട് മാറണം? കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറണം. അതെന്നാണോ സംഭവിക്കുന്നത് അന്ന് തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അവർ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അത് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം ഓൺലൈൻ വഴി. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST CMB 04 എന്ന് പറയുന്നത്. ചിലപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ത്രെഷോൾഡ് ലിമിറ്റ് ആ ബിസിനസ്സുകാരൻ്റെ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ കൂടിയത് കൊണ്ടാകാം. അല്ല എങ്കിൽ എന്താണ്, ആ ബിസിനസ്സുകാരൻ്റെ ബിസിനസ് സ്വഭാവം മാറിയിട്ടുള്ളതുകൊണ്ടാകാം. ചിലപ്പോൾ അയാൾ എന്താണ് കോഷ്യൽ ടാക്സ് പേഴ്സണായി മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്താണ് ഇ-കോമേഴ്സ് ഡീലറായിട്ട് ബിസിനസ് മാറ്റിയിട്ടുണ്ടാകാം. അയാളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവമോ ത്രെഷോൾഡ് ലിമിറ്റോ മാറുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ത്രെഷോൾഡ് ലിമിറ്റോ ചേഞ്ച് ചെയ്യുമ്പോൾ അയാൾ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറണമെങ്കിൽ അയാൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST CMB 04 എന്ന് പറയുന്നത്. ഇത് ഏത് അതോറിറ്റിയാണോ നൽകുന്നത് ആ അതോറിറ്റിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രമേ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് അയാൾക്ക് മാറാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ത്രെഷോൾഡ് ലിമിറ്റ് കൂടണമെന്നില്ല. ചിലപ്പോൾ അയാളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം മാറണമെന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയേക്കാണ്, ഇപ്പോൾ ഞാൻ കേരളത്തിലെ ബിസിനസ്സുകാരനാണ്, കോമ്പൻസേഷൻ സ്കീമിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നിയേക്കാണ് എൻ്റെ വരുമാനമൊക്കെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ 1.5 കോടി താഴെയാണ്. ഗുഡ്സ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ, സർവീസ് വിളിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എന്താണ് 50 ലക്ഷത്തിൻ്റെ താഴെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയേക്കാണ് എൻ്റെ വരുമാനം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് താഴെയാണ്, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വരുമാനത്തിൽ താഴെയുള്ളൂ എനിക്ക് വരുമാനം, അഗ്രിഗേറ്റഡ് ടേൺ ഓവർ. പക്ഷേ എനിക്ക് തോന്നുകയാണ് കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഏത് തന്നെയാണ്? ഫോം GST CMB 04 തന്നെയാണ് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് നോട്ട് എലിജിബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 10 ഓർ ഹാസ് contravened the provisions of law, a notice will be issued such person form GST CMB 05. The person is liable to give reply in form GST CMB 06 within 15 days the receipt of such notice. അതായത് ഗവൺമെൻറ് കണ്ടുപിടിക്കുകയാണ് എൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറണം. ഞാൻ റെഗുലർ സ്കീമിലേക്ക് മാറിയില്ല, ഞാൻ തന്നെയാണ് എൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് കൂടിയപ്പോൾ ഞാൻ തന്നെ മാറേണ്ടതായിരുന്നു കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക്. പക്ഷേ ഞാൻ മാറിയിട്ടില്ല, ഗവൺമെൻറ് തന്നെ അത് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഞാൻ ടാക്സ് പേ ചെയ്യുന്ന അതോറിറ്റി, GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി കണ്ടുപിടിച്ചുവെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങൾ കോമ്പൻസേഷൻ സ്കീം അനുസരിച്ച് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ സെക്ഷൻ 10 പ്രകാരം കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ബിസിനസ് സ്ഥാപനം ഈ ബിസിനസ് ലീഗലി ഒരു നോട്ടീസ് ഈ GST രജിസ്ട്രേഷൻ അതോറിറ്റി എന്ത് ചെയ്യും? എനിക്ക് ഫോർവേഡ് ചെയ്തു തരും. ആ ഓൺലൈൻ വഴി എനിക്ക് അങ്ങനെ അയച്ചു തരുന്ന GST രജിസ്ട്രേഷൻ മാറ്റേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസിനെ വിളിക്കുന്ന പേരാണ് ഫോം GST CMB 05 എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണോ നടപടി കൊടുത്തോളണം അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റേർഡ് അതോറിറ്റിക്ക് അന്നേരം അയാൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ്, അല്ലെങ്കിൽ റിപ്ലൈ ഫോർവേഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST CMB 06 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് എനിക്ക് മാറാൻ പറ്റിയില്ല, കോമ്പൻസേഷൻ സ്കീമിൻ്റെ ലിമിറ്റ് കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് താങ്കൾ മാറിയില്ല എന്നായിരിക്കും GST ഈ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസ് ചോദിച്ചിട്ടുണ്ടാകുക. അതിന് റിപ്ലൈ കൊടുക്കുക. അതിനനുസരിച്ച് എന്താണ് 15 ഡേയ്സിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ കോമ്പൻസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നത് വരെയും എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ്റിലേക്ക് കോമ്പൻസേഷൻ സ്കീമിൽ ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്നാണോ മാറുന്നത്, കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ സ്കീം എടുക്കുന്നത്, അന്ന് തൊട്ട് അയാൾക്ക് സാധാരണ രീതിയിൽ ഏതൊരു GSTയുടെ അകത്തും റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരൻ്റെ എല്ലാ റൈറ്റും കിട്ടും. ഇങ്ങനെയാണെങ്കിൽ അയാൾ മാറാൻ ആഗ്രഹിക്കുന്ന കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ മാറാൻ വേണ്ടി അയാൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GST CMB 04 എന്ന് പറയുന്നത്. എന്നാണോ അയാൾക്ക് ആ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറേണ്ടത് അന്ന് തൊട്ട് 7 ദിവസത്തിനുള്ളിൽ എന്താണ് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോളണം. എന്നിട്ട് അയാൾ കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ സ്കീം സ്വീകരിച്ചോളണം.
ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയിട്ടാണ് എന്താ ഇത് സ്വമേധയല്ല, ഗവൺമെൻറ് ആയിട്ടാണ് താങ്കൾ ഈ ജി എസ് ടി രജിസ്ട്രിക്കുന്ന ബിസിനസ്സുകാരൻ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് താങ്കൾ മാറാൻ വേണ്ടി കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു നോട്ടീസ് ഇവർക്ക് കൊടുക്കും. താങ്കൾക്ക് ഇപ്പോൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കോമ്പൻസേഷൻ സ്കീം വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യാനുള്ള അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടീസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫോം GST CMB 05 എന്ന് പറയുന്നത്. ഇത് എന്ന് നമ്മുടെ കയ്യിൽ എന്ന് ആ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കിട്ടിയോ അന്ന് തൊട്ട് 15 ഡേയ്സിനുള്ളിൽ അതിന് റിപ്ലൈ കൊടുത്തുകൊള്ളണം. ഒന്നെങ്കിൽ എന്താണ് കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുത്തുകൊള്ളണം. ആ റിപ്ലൈ വിളിക്കുന്ന പേരാണ് ആ ബിസിനസ്സുകാരൻ അതുമായി ബന്ധപ്പെട്ടുള്ള GST രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കൊടുക്കുന്ന റിപ്ലൈ വിളിക്കുന്ന പേരാണ് GST CMB 06 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എന്താണ് ഈ ഒരു റിപ്ലൈ നമ്മുടെ GST അതോറിറ്റിയുടെ കയ്യിൽ കിട്ടി 30 ദിവസത്തിനുള്ളിൽ എന്താണ് അവർ വീണ്ടും ഒരു ഫോം ഇഷ്യൂ ചെയ്യുന്നു. GST CMB 07 എന്ന് പറയുന്നത് അത് ഈ ഒരു ബിസിനസ്സുകാരന് വേണമെങ്കിൽ റെഗുലർ സ്കീമിൽ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും റെഗുലർ സ്കീമിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ആ ടാക്സ് പ്രകാരം, അതായത് കോമ്പൻസേഷൻ ടാക്സ് അല്ല, റെഗുലർ സ്കീമിൽ ഉണ്ടാകുന്ന ടാക്സ് പ്രകാരം അയാളുടെ വരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ എന്താണ് ഈ ഒരു GST CMB 07 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം മുന്നോട്ട് വയ്ക്കുന്നു. ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് കോമ്പോസിഷൻ ഫോർ ഹോട്ടൽസ് ആണ്. ഹോട്ടലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് കോമ്പോസിഷൻ സ്കീം ബാധകമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പഠിച്ചിരുന്നു കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ ലളിതവും അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡുമാണ് ബിസിനസ്സുകാർക്ക് GST അകത്ത് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നതിനും. നോർമലി വരുമാനം കുറഞ്ഞിരിക്കുന്ന ചെറിയ ബിസിനസ്സുകാരാണ് ഈ കോമ്പൻസേഷൻ സ്കീം രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൻ്റെ നിശ്ചിത പെർസെൻറ്റേജാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. അത് അടയ്ക്കുന്നതും എങ്ങനെയാണ് 3 മാസം കൂടുമ്പോൾ ക്വാർട്ടേർലിയാണ്. ഓക്കെ, ഇനി കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർ, ഇപ്പോൾ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണ് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കൊരിക്കലും കസ്റ്റമേഴ്സിന് അവരുടെ സർവീസ് കൊടുത്തതിന് ശേഷം ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ജസ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ കാശ് മാത്രമേ അവർക്ക് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി അവർ ഹോട്ടൽ സർവീസ്, ഫുഡ് സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ ഹോട്ടലിൽ തന്നെ 2 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് അക്കോമഡേഷൻ സർവീസും ഉണ്ട്, പിന്നെ ഫുഡ് സർവീസും ഉണ്ട്. ഓക്കെ, ഫുഡ് സർവീസാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര റേറ്റാണ് ഉള്ളത്, റേറ്റ് പെർ ക്വാണ്ടിറ്റി ഇത്രയുമാണ് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബില്ലിൽ കാണിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എഴുതി വെച്ചേക്കണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരാണ്, എനിക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നും ഈ ഹോട്ടൽ ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബില്ലിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, എഴുതി വെച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2 റെസ്റ്റോറൻറ്റുകാരുണ്ട്, പല രീതിയിലുള്ള ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട്. ചിലപ്പോൾ അവരുടെ ഗുഡ്സോ സർവീസോ ഏതെങ്കിലും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണ് അവരുടെ ഗുഡ്സോ സർവീസോ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നതെങ്കിലോ, അല്ല എങ്കിൽ മാനുഫാക്ചറിങ് ഐസ്ക്രീം, അതർ എഡിസിബിൾസ് ഐസ്, പാൻ മസാല, ടൊബാക്കോ അല്ലെങ്കിൽ മാനുഫാക്ചർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്, ആ രീതിയിലുള്ള പ്രൊഡക്റ്റൊക്കെ വിൽക്കുന്ന ബിസിനസ്സുകാരോ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്കോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ സർവീസിന് മറ്റൊരു രീതിയിലുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹോട്ടൽ ബിസിനസ്സുകാർക്ക് അവർക്ക് 2 രീതിയിലുള്ള സർവീസാണുള്ളത്. ഒന്ന് അക്കോമഡേഷൻ സർവീസും അതുപോലെ തന്നെ എന്താണ് അവർക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഗുഡ്സ്, അവർക്ക് എന്താണ് ഭക്ഷണം മറ്റുള്ളവർക്ക് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന കാര്യവും. ഈ ഹോട്ടൽ ബിസിനസ്സുകാർ അവരുടെ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് കസ്റ്റമേഴ്സിന് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബിസിനസ് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവരുടെ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ താഴെയാണെങ്കിൽ മസ്റ്റായിട്ട് എന്തെടുക്കാൻ പറ്റും, അവർക്ക് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ അക്കോമഡേഷൻ സർവീസ് അവർ കൊടുക്കുന്നത് അവരുടെ ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണെങ്കിൽ എന്താണ് അവർക്ക് ഉറപ്പായിട്ടും ഈ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നാൽ വേറെ രീതിയിലുള്ള ബിസിനസ്സുകാരുണ്ട്, ഹോട്ടൽ ബിസിനസ്സുകാരുണ്ട്, അവരുടെ സർവീസ്, അവരുടെ ഫുഡ് സർവീസ് ഏതെങ്കിലും
മറ്റൊരു സ്ഥലത്ത് ഡെലിവറി ചെയ്യുന്നു. ഹോട്ടലിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിരിക്കുന്ന ഇടപ്പള്ളിയിലാണ്, പക്ഷേ അവരുടെ ഫുഡും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ വേറൊരു സ്ഥലത്താണ് ഡെലിവറി ചെയ്യുന്നത്. അല്ല, അത് ഏതെങ്കിലും തരത്തിൽ എന്താണ്, ഏതെങ്കിലും കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലബ്ബുകളിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പന്തലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഷാമിന, അതർ പ്ലേസുകളിലൊക്കെ ആയിരിക്കാം അവരുടെ ഫുഡ് അവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ഫുഡ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്സ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ഡെലിവറി ചെയ്യുകയോ അല്ല എങ്കിൽ ഏതെങ്കിലും കല്യാണ പാർട്ടിക്ക് ഡെലിവറി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ രീതിയിലുള്ള ഹോട്ടൽ സർവീസ് നടത്തുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിറ്റ് രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ഏത് സ്കീമിൽ രജിസ്ട്രേഷൻ ഉണ്ടാകണം, അവർ റെഗുലർ സ്കീമിലായിരിക്കണം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവുക. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ ഹോട്ടൽസിനും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിനും GSTയുടെ അകത്ത് ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. GST റേറ്റ് ഓൺ റെസ്റ്റോറൻറ്റ്. നോർമലി ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റുകളാണ് അവരുടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അവരുടെ ബിസിനസ് സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിൽ 1.5 കോടി താഴെയാണെങ്കിൽ അവർക്ക് മസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീമിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 5% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഈ ഗുഡ്സോ സർവീസോ ഈ രീതിയിലുള്ള ഫുഡ് സർവീസ് ഡെലിവറി ചെയ്യുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബിൽ എമൗണ്ട് വഴി ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് വിത്തിൻ ഹോട്ടൽസ് റൂം ടാരിഫ് ലെസ് ദാൻ 7,500, അതായത് 7,000. നമ്മളിനി അക്കോമഡേഷൻ സർവീസ് കൊടുക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ഒരു റൂമിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് 7,500 രൂപ താഴെയാണെങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻ സ്കീമിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കും 5% അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 5% ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. അവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം കസ്റ്റമേഴ്സിന് ഈ അക്കോമഡേഷൻ സർവീസ് കൊടുക്കുമ്പോൾ ആ റൂമിൻ്റെ ചാർജ് മാത്രമേ അവർ കളക്ട് ചെയ്യുന്നുള്ളൂ, ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇവർക്കില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് വിത്തിൻ ഹോട്ടൽസ് റൂം ടാരിഫ് 7,500 ഓർ എബോവ്, അതായത് 7,500 രൂപയോ അല്ല എങ്കിൽ അതിന് മുകളിലോ ഒരു റൂമിന് ചാർജ് ചെയ്യുന്ന ബിസിനസ്സുകാരാണ്, റെസ്റ്റോറൻറ്റ് ഓർ ഹോട്ടൽ ബിസിനസ്സുകാരാണ് എങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അവർ ഏത് സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കണം, അവർ മസ്റ്റായിട്ടും റെഗുലർ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റൂമിൽ നിന്നും റൂം ടാരിഫ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അക്കോമഡേഷൻ സർവീസിന് അവർ ചാർജ് ചെയ്യുന്ന ഇൻവോയ്സ് വാല്യൂവിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാകും. ഈ ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ടും വരുന്നു. ഓക്കെ, ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന ഈ രീതിയിലുള്ള ഹോട്ടൽ ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അവർ ഈ രീതിയിൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഞാൻ GSTയുടെ അകത്ത് റെഗുലർ സ്കീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു റൂം ഒരു കസ്റ്റമറിന് കൊടുത്തു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ റൂമിൻ്റെ റെൻറ്റും പിടിച്ച് കളക്ട് ചെയ്തു, അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും കളക്ട് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ കൊടുത്തിരിക്കുന്ന റൂം റെൻറ്റിൻ്റെ 18% ഞാൻ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, ഞാൻ ഹോട്ടൽ ബിസിനസ്സുകാരനാണ്, ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് എനിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഹോട്ടലിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഗുഡ്സ് ഭക്ഷണം ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലബ്ബുകളിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരേജ് പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്താകാം, അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇവൻറ്റുകൾ നടക്കുന്ന സ്ഥലത്താകാം ഞാൻ എൻ്റെ ഫുഡ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള രീതിയിലുള്ള ബിസിനസ്സുകാരനാണെങ്കിലും മസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കോമ്പൻസേഷൻ സ്കീമിലായിരിക്കണം ഞാൻ റെഗുലർ സ്കീമിലായിരിക്കണം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ ഡെലിവറി ചെയ്യുന്ന ഈ കേറ്ററിംഗ് സർവീസ് ഏത് പാർട്ടിക്കാണ് വിറ്റിരിക്കുന്നത്, ഏത് കസ്റ്റമറിനാണ് വിറ്റിരിക്കുന്നത്, ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കേറ്ററിംഗ് സർവീസിൻ്റെ ചാർജിൻ്റെ ഒപ്പം തന്നെ 18% എന്ത് കളക്ട് ചെയ്യാൻ പറ്റും, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും.
ആ രീതിയിലുള്ള ബിസിനസ്സുകാരനാണ് ഞാനെങ്കിൽ ഞാൻ മസ്റ്റാർഡ് റെഗുലർ സ്കീമിലായിരിക്കണം രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഈ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ എനിക്ക് എന്നുള്ള റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഹോട്ടൽ ലോഡ്സ് വിത്ത് ടാരിഫ് ബിലോ 1000, അങ്ങനെ അതായത് 1000 രൂപയിൽ താഴെ ഹോട്ടൽസോ ലോഡ്സോ കൊടുക്കുന്ന ബിസിനസ്സുകാരനാണ് എങ്കിൽ എനിക്ക് GSTയുടെ അകത്ത് ടാക്സ് ഇല്ല, ടാക്സിൽ നിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഒരു GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്, ഞാൻ കൊടുത്തിരിക്കുന്ന ടാക്സ് എമൗണ്ടോ അല്ല എൻ്റെ ഹോട്ടൽ ആൻഡ് ലോഡ് സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള അക്കോമഡേഷൻ സർവീസ് എന്ന് പറയുന്നത് 1000 രൂപ താഴെയാണെങ്കിൽ എന്നെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് GSTയുടെ അകത്ത് എന്തെടുക്കേണ്ട കാര്യമില്ല, GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യം പോലുമില്ല. ഏറ്റവും പറഞ്ഞ് രജിസ്ട്രേഷൻ ഉണ്ട് എന്നാണ്, അത് ക്ഷമിക്കുക, അത് തെറ്റ് സംഭവിച്ചതാണ്. ഹോട്ടൽ ലോഡ്സ് അതുപോലെ തന്നെ ഉള്ള ഹോട്ടൽ ലോഡ്സിലോ ഞാൻ കൊടുക്കുന്ന അക്കോമഡേഷൻ സർവീസ് എന്ന് പറയുന്നത് 1000 രൂപ താഴെ ഉള്ളൂ എങ്കിൽ എനിക്ക് എന്തെടുക്കേണ്ട കാര്യമില്ല. ആ രീതിയിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർക്ക് അവർ അക്കോമഡേഷൻ കൊടുക്കുന്ന അവർ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്ന റൂം റെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂമിന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ടാരിഫ് എന്ന് പറയുന്നത് 1000 രൂപ താഴെയുള്ളൂ എങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. അതിന് പൂർണ്ണമായിട്ടും ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹോട്ടൽ റൂംസ് വിത്ത് ടാരിഫ് ഓഫ് 7500 എബോവ്, അത് മുകളിൽ പറഞ്ഞിരിക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ്. ഹോട്ടൽ റൂം നൽകുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആ ഹോട്ടൽ റൂമിന് 7500 മുകളിലാണ് 7500 മുകളിലാണ് ഞാൻ ടാക്സ് കളക്ട് ചെയ്യുന്നത്. 7500 മുകളിലാണ് ഓരോ റൂമിനും ഞാൻ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ കോമ്പോസിഷൻ ആ രീതിയിലുള്ള ബിസിനസ്സുകാർ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ കോമ്പോസിഷൻ സ്കീമിലല്ല രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. പിന്നെയോ അവർ മസ്റ്റായിട്ടും റെഗുലർ സ്കീമിലായിരിക്കണം രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സുകാരാണെങ്കിൽ അവർ മസ്റ്റായിട്ടും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കൊടുക്കുന്ന റൂം റെൻറ്റിൻ്റെ ഒപ്പം തന്നെ 28% എന്ത് കളക്ട് ചെയ്യാൻ പറ്റും, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് എന്നുള്ള റൈറ്റ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് മൊത്തത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. GST റേറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കോമ്പോസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ അവർക്ക് 5% എന്തുള്ളൂ, 5% മാത്രമേ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ 5% മാത്രമേ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. എന്നാൽ അവർക്ക് എന്തിനുള്ള റൈറ്റ് ഇല്ല, ITCക്കുള്ള റൈറ്റ് ഇല്ല. റെസ്റ്റോറൻറ്റും അതിൻ്റെ ഒപ്പം തന്നെ താമസ സൗകര്യം, അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവർ കൊടുക്കുന്നത്. അവർക്ക് കൊടുക്കുന്നത് ഒരു കസ്റ്റമറിന് കൊടുക്കുന്നത് റൂം ടാരിഫ്, അക്കോമഡേഷൻ, ഹോട്ടൽസ് ഫുഡും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് അക്കോമഡേഷൻ സർവീസും കൊടുക്കുന്നുണ്ട്. അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഈ റൂമിൻ്റെ റെൻറ്റ് 7500 താഴെയാണെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ അഗ്രിഗേറ്റ് ടേൺ 5% മാത്രം ഗവൺമെൻറ്റിൽ ടാക്സ് ആയിട്ട് ഫയൽ ചെയ്താൽ മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഇല്ല. റെസ്റ്റോറൻറ്റ് വിത്തിൻ ഹോട്ടൽസ് അങ്ങനെയുള്ള ബിസിനസ്സുകാർ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അക്കോമഡേഷൻ സർവീസ് എന്ന് പറയുന്നത് 7000 അക്കോമഡേഷൻ സർവീസ് 7500 മുകളിലാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ സർവീസ് കൊടുക്കുന്നത് വഴി ചാർജ് ചെയ്യുന്നതെങ്കിൽ 7500 രൂപയോ 7500 മുകളിലോ ആണെങ്കിൽ അവർ മസ്റ്റായിട്ടും റെഗുലർ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അക്കോമഡേഷൻ സർവീസിൻ്റെ ചാർജിൽ 18% ടാക്സ് കസ്റ്റമേഴ്സിന് 18% ടാക്സ് ഉണ്ടാകും. അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കളക്ട് ചെയ്യുന്ന റൂം റെൻറ്റിൻ്റെ 18% ടാക്സോട് കൂടിയായിരിക്കണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങേണ്ടത്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അങ്ങനെ അവർക്ക് എന്ത് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് ഈ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഈ രീതിയിൽ ബിസിനസ്സുകാർ റെഗുലർ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ എടുക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് ബിസിനസ്സുകാർക്കാണെങ്കിൽ അവർ മസ്റ്റായിട്ടും കോമ്പൻസേഷൻ സ്കീമിലല്ല രജിസ്റ്റർ ചെയ്യുന്നത്, അവർ മസ്റ്റായിട്ടും റെഗുലർ സ്കീമിലായിരിക്കും രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. 18% അവർ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന കേറ്ററിംഗ് സർവീസിന് 18% ടാക്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. ഇത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള റൈറ്റും ലഭിക്കുന്നു. ഇത്രയുമാണ് പൊതുവെയുള്ള നമ്മുടെ GSTയുടെ കോമ്പോസിഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. തന്നെ CGST ആക്ട് അനുസരിച്ചും രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരെ പറ്റിയാണ്. As mentioned earlier, the entire registration process is through an online GST portal. A person getting registered online is in fact getting simultaneous registration under CGST Act and SGST Act or UTGST Act. The grant registration or the unique identity number under the SGST Act or the UTGST
shall be deemed to be grant of registration or unique identity number under CGST Act. Also, similarly, any rejection of application for registration under SGST Act or the UTGST Act shall be deemed to be rejection of application for registration under CGST Act also. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കരുതി എന്ത് സാർ ഇംഗ്ലീഷ് വായിച്ച് കളിക്കണേന്ന്. മക്കളെ ഒന്നുമില്ല, ഈ GST രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ആക്ടുകൾ എന്ന് പറയുന്നത് എല്ലാം സെയിം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് UTGST ആക്ട് അനുസരിച്ചാണ് ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, എനിക്ക് UTGST ആക്ട് അനുസരിച്ച് ഞാൻ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്കൊരു GST നമ്പർ കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ എന്താണ് SGST ആക്ട് അനുസരിച്ചോ അല്ലെങ്കിൽ CGST ആക്ട് അനുസരിച്ചോ വീണ്ടും എൻ്റെ ബിസിനസ് സ്ഥാപനത്തെ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ഇരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. UTGST ആക്ട് അനുസരിച്ച് ഞാൻ എൻ്റെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന GST നമ്പറിന് സെയിം വാലിഡിറ്റി തന്നെയാണുള്ളത്. അല്ലെങ്കിൽ SGST ആക്ട് അനുസരിച്ചും CGST ആക്ട് അനുസരിച്ചും കിട്ടുന്ന GST നമ്പർ പോലെ തന്നെയാണ് UTGST ആക്ട് അനുസരിച്ചും എനിക്ക് കിട്ടുന്ന GST നമ്പർ. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ GSTയുടെ അകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ എടുത്താൽ മതി. അത് എല്ലാ ആക്ടിലും ആ വഴി ലഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏത് ആക്ട് ആണോ അത് ചിലപ്പോൾ SGST ആക്ട് ആകാം, അല്ലെങ്കിൽ CGST ആക്ട് ആകാം, ചിലപ്പോൾ IGST ആക്ട് ആകാം, ചിലപ്പോൾ UTGST ആക്ട് ആകാം. ഏത് ആക്ട് പ്രകാരം അദ്ദേഹം രജിസ്ട്രേഷൻ എടുത്താലും അദ്ദേഹത്തിന് ലഭിക്കുന്ന GST രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഏത് ടാക്സ് അനുസരിച്ചും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുവാനും അതുപോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരാണ്. കേരളത്തിലെ SGST ആക്ട്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് അല്ലേ. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റേറ്റ് ഞാൻ റെഗുലർ സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ കേരളത്തിന് വെളിയിൽ പോയി ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഞാൻ അന്നേരം ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? IGST ആയിരിക്കും. അത് ഏത് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്? അത് IGST ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഞാൻ സ്റ്റേറ്റിൽ തന്നെ എൻ്റെ ഒരു പ്രോഡക്റ്റ് മറ്റൊരു കസ്റ്റമറിന് വിറ്റു. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഏതൊക്കെയാണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. ഇതിൻ്റെ അത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഏത് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്? സെൻട്രൽ CGST ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ GSTയുടെ അകത്ത് ഏതൊരു ബിസിനസ്സുകാരും ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ആക്ടിലും രജിസ്ട്രേഷൻ എടുത്തതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു ആക്ട് വഴി കിട്ടുന്ന GST നമ്പർ അത് എല്ലാ ആക്ട് അനുസരിച്ചും ടാക്സ് കളക്ട് ചെയ്യാനും എല്ലാ ടൈപ്പുള്ള ടാക്സ് കളക്ട് ചെയ്യാനും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനും റൈറ്റ് നൽകുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരന് സങ്കല്പിക്കുക, ഞാൻ ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം എന്താണ് GSTയുടെ അകത്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, ചിലപ്പോൾ ഞാൻ SGST ആക്ട് പ്രകാരമാകാം അല്ലെങ്കിൽ UTGST ആക്ട് പ്രകാരമാകാം ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തു. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യുകയോ അല്ല എങ്കിൽ എന്താണ് എൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് എങ്കിൽ അത് റിജക്റ്റ് ആകും. അത് SGST ആക്ട് പ്രകാരമാണ് റിജക്റ്റ് ആകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് CGST ആക്ട് പ്രകാരം അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രകാരവും IGST ആക്ടും CGST ആക്ട് പ്രകാരം ഒക്കെ എന്താണ് ഇത് റിജക്റ്റ് ആയി പോകുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ തള്ളിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ ആക്ടുകൾ പ്രകാരവും റിജക്റ്റ് ആയി പോകുമെന്നാണ്. സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് സെക്ഷൻ 25 ക്ലൗസ് 1 പ്രകാരമുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ, അതിപ്പോൾ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺസ് ആയിക്കോട്ടെ, അവർ അവരുടെ കുറച്ച് കാലഘട്ടത്തേക്കുള്ള വരുമാനത്തിൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ടാക്സ് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ? GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് പറയുകയുള്ളൂ. GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഈ ഒരു GST രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഈ കോമേഴ്ഷ്യൽ ടാക്സിബിൾ പേഴ്സൻ്റെ കയ്യിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ടാക്സിബിൾ സപ്ലൈ നടത്താനുള്ള അധികാരമുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഏത് സമയത്താണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് പറയാം. അവർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ ഇവർക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയ സമയമോ അല്ല എങ്കിൽ
GST രജിസ്ട്രേഷൻ പ്രാബല്യത്തിൽ വന്നിട്ട് വരുന്ന 90 ദിവസത്തിനുള്ളിലോ ഇതിൻ്റെ അകത്ത് ഏത് ദിവസമാണോ ഏറ്റവും ആദ്യം വരുന്നത് അതിനുള്ളിൽ മസ്റ്റായിട്ട് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും? ഇവർക്ക് GST രജിസ്ട്രേഷൻ നൽകുന്ന പ്രോപ്പർ അതോറിറ്റിയുടെ കയ്യിൽ നിന്നും അവർക്ക് GST രജിസ്ട്രേഷൻ കിട്ടിയതായിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിൽ ലഭിക്കും. അതിനുശേഷം അല്ലെങ്കിൽ ഇവർ ഓൺലൈൻ വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതായത് ഇവർക്ക് GST രജിസ്ട്രേഷൻ വേണമെന്നുള്ള ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്ത് കൊടുക്കുന്നത്. ആ പോർട്ടലിൽ തന്നെ എന്താണ് ഇവർക്ക് രജിസ്ട്രേഷൻ വരുന്ന ഡേറ്റിലോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുന്ന ഡേറ്റിലോ ആപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റിലോ അല്ലെങ്കിൽ എന്താണ് രജിസ്ട്രേഷൻ പ്രാബല്യത്തിൽ വരുന്ന 90 ദിവസത്തിനുള്ളിലോ ഇവരുടെ പോർട്ടലിൽ ഓൺലൈനായിട്ട് എന്ത് കിട്ടും? ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവരുടെ കയ്യിൽ കിട്ടിയതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ കിട്ടി, ഇവർക്ക് GST നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ മൊത്തം ടാക്സിബിൾ സപ്ലൈ നടത്താൻ പറ്റും. ഓക്കെ, അതായത് ഇവർക്ക് ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യാനോ പറ്റും. അതുവഴി എന്താണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാനും അതുപോലെ തന്നെ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ രീതിയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അത് ചില കാരണങ്ങളാൽ അത് രജിസ്ട്രേഷൻ കിട്ടി അല്ല രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ തന്നെ എന്താണ് ഇവർ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു, കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് എന്ത് കൊടുക്കുകയുള്ളൂ? ഇവർക്ക് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് വേണമെങ്കിൽ എന്താണ് ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്താണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് GST കിട്ടിയതായിട്ടുള്ള GST രജിസ്ട്രേഷൻ നൽകുന്ന ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്താണ് കുറച്ച് ദിവസം വരെയൊക്കെ വൈകിപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്കുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവരെന്താണ് ഈ കാഷ്വൽ ടാക്സ് പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരനായിക്കോട്ടെ അവർ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം? അഡ്വാൻസ് ആയിട്ട് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ എന്ത് കൊടുക്കുകയുള്ളൂ? ഇവർക്ക് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ് ഇവർ അഡ്വാൻസ് ആയിട്ട് ടാക്സ് എമൗണ്ട് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് എത്ര എമൗണ്ടാണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം എന്താണ് കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിക്ക് വേണമെങ്കിൽ എന്താണ് ഒരു 90 ഡേയ്സ് വരെയും ഇവരുടെ രജിസ്ട്രേഷൻ വൈകിപ്പിക്കാം. അല്ലെങ്കിൽ GST രജിസ്ട്രേഷന് വേണ്ടിയുള്ള GST രജിസ്ട്രേഷൻ കിട്ടിയെന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ച് കൊടുക്കാം എന്നാണ്, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഇവർ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഇവർക്ക് GST രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോൾ ഇവരുടെ GST ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവർ ഈ കാഷ്വൽ ടാക്സിൽ പേഴ്സൺ ഒക്കെ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ ഇന്ത്യയിൽ ടാക്സിബിൾ സപ്ലൈ നടത്തുന്നു. ചിലപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ ഗുഡ്സ് സെയിൽ ചെയ്യും. ഇതുവഴി ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യും? ഇവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഇവർ രജിസ്ട്രേഷൻ്റെ സമയത്ത് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തേക്കുന്ന ടാക്സ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ഇവർക്ക് തിരിച്ചു കൊടുക്കും. ഇല്ല എങ്കിൽ എന്താണ് ഇവർ ടാക്സിബിൾ സപ്ലൈ നടത്തുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടിൽ നിന്നും അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇപ്പോൾ ഞാൻ ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു 10 ലക്ഷം രൂപ എൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചെന്ന് കരുതുക. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താണ് GST രജിസ്ട്രേഷനൊക്കെ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ എന്താണ് ടാക്സിബിൾ സപ്ലൈ ഒക്കെ നടത്തി കസ്റ്റമേഴ്സിന് ഗുഡ്സൊക്കെ സെയിൽ ചെയ്ത് വഴി കുറച്ച് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു. ഒരു 5 ലക്ഷം രൂപയുടെ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഗവൺമെൻറ്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാക്സ് എമൗണ്ടിൽ നിന്ന് കുറച്ചാൽ മതി. കാരണം അഡ്വാൻസ് ആയിട്ട് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് 5 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് 10 ലക്ഷം അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പ്രാവശ്യം എന്ത് അടയ്ക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടും ആർക്ക്? കാഷ്വൽ ടാക്സ് പേഴ്സണും നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. A non-resident taxable person shall electronically submit an application for registration duly signed or verified through an electronic verification code in form GST registration 09. The application should be submitted along with the self-attested copy of passport at least 5 days prior to the commencement of business. The application shall be submitted at the common portal either directly or through a facilitation
സെൻഡർ നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. അതായത് പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ, പ്രവാസികളായിട്ടുള്ള നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പ്രവാസികൾ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ അവർ GST രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എന്നാണോ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് 5 ദിവസം മുമ്പ് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മുഖേന അവർ അവരുടെ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും ക്ലിയർ ആയിട്ട് പൂരിപ്പിച്ച് ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി ഇവർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ശരിയാണ് എന്ന് പരിശോധിച്ച് വേണം ഇവർ GST രജിസ്ട്രേഷൻ എടുക്കാൻ. ഓക്കെ, ആ സമയത്ത് അതായത് അങ്ങനെ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ ഓൺലൈൻ വഴി GST രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 09 എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ്സിൽ വരുന്നതിന് 5 ദിവസം മുമ്പ് തന്നെ എന്താണ് ഫോം GST രജിസ്ട്രേഷൻ 09 വഴി അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഓൺലൈൻ വഴി പൂരിപ്പിച്ചു കൊടുക്കണം. അതിനൊപ്പം തന്നെ അവർ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ പാസ്പോർട്ട് കോപ്പിയും എന്ത് ചെയ്തിട്ടുണ്ടാകണം. ഈ GST രജിസ്ട്രേഷൻ 09 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ വഴി എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ നൽകുന്ന ആ പർട്ടിക്കുലർ അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അത് ഒന്നുകിൽ എന്താണ് അവർക്ക് വേണമെങ്കിൽ ഓൺലൈൻ മുഖേന നൽകാം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ നൽകുന്ന അതിൻ്റെ പ്രൈമറി ഓഫീസർ ആരാണോ അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇൻകം ടാക്സ് കമ്മീഷണർ ആകാം, അവരുടെ മുമ്പിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ മുഖേന അല്ലാതെ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടിയും ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. GST രജിസ്ട്രേഷൻ ഇവർ ഇന്ത്യയിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ബിസിനസ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ദിവസം മുമ്പ് എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോം GST 09 അകത്ത് പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം ബന്ധപ്പെട്ട റെലവൻറ്റ് ഡോക്യുമെൻറ്റ്. അതിനൊപ്പം തന്നെ എന്താണ് പാസ്പോർട്ടിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോപ്പിയും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി ഫ്രം ഫോറിൻ കൺട്രി ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി സബ്മിറ്റഡ് എലോങ് വിത്ത് ഇറ്റ്സ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് കൺട്രി ഓർ ഇറ്റ്സ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇഫ് അവൈലബിൾ. അതായത് വിദേശത്തുള്ള ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ ഇന്ത്യയിൽ GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇദ്ദേഹം ഏത് വിദേശത്ത് അതായത് ഫോറിൻ കൺട്രീസിലുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരനാകാം, അയാൾ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, അദ്ദേഹം GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി അദ്ദേഹം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇദ്ദേഹം ഏത് രാജ്യത്തെ വ്യക്തിയാണോ ആ രാജ്യത്തെ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതുപോലെ അല്ല എങ്കിൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ടാകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ആ രാജ്യത്തെ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ ഒന്നും ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്പർ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും നൽകിയിട്ടുണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എ പേഴ്സൺ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ആസ് എ നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺ ഷാൽ ബി ഗീവൺ ടെമ്പററി റെഫറൻസ് നമ്പർ ബൈ എ കോമൺ പോർട്ടൽ ഫോർ മേക്കിംഗ് ആൻ അഡ്വാൻസ് ഡിപ്പോസിറ്റ് ടാക്സ് അക്കൗണ്ട്സ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 27. ഹി വിൽ ഇഷ്യൂഡ് ആൻഡ് അക്നോളജ് അണ്ടർ റൂൾ 8 electronically only after the amount deposited his electronic cash ledger. ഇനി അതായത് ഏത് വ്യക്തി ആയിക്കോട്ടെ അയാൾ നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺ എന്ന രീതിയിൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം പൂരിപ്പിച്ചു കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 09 എന്ന് പറയുന്നത്. ഈ രീതിയിൽ അദ്ദേഹം എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്ത് എനിക്ക് നോൺ റെസിഡന്റ് ടാക്സിബിൾ പേഴ്സൺ എന്ന രീതിയിലുള്ള ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും, ടെമ്പററി ആയിട്ടുള്ള ഒരു TRN നമ്പർ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള റെഫറൻസ് നമ്പർ കിട്ടും. ഈ റെഫറൻസ് നമ്പർ കിട്ടണമെങ്കിൽ ഇദ്ദേഹം ഈ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 27 പ്രകാരം ഇദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ടാക്സ് എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം അത് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഡിപ്പോസിറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോം അതായത് ഇദ്ദേഹം GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഗവൺമെൻറ് ഉള്ളിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുള്ളൂ, GST രജിസ്ട്രേഷൻ ഇന്ത്യയിൽ വാലിഡ് ആയിട്ട് രീതിയിൽ കിട്ടുന്നുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് TRN നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം.
സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ അതോറിറ്റി പരിശോധിക്കും ജി എസ് ടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ പാലിച്ചിട്ടുണ്ട്, ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധന ശേഷം എന്താണ് ഇതെല്ലാം ഈ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ വഴി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് സബ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ റൂൾ 8 പ്രകാരം ഇഷ്യൂ ചെയ്യും. അതിനുശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബിസിനസ്സുകാരൻ, ഈ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ജി എസ് ടിയുടെ അകത്ത് സെക്ഷൻ 27 പ്രകാരം അദ്ദേഹത്തിൻ്റെ ടാക്സ് എമൗണ്ട്, അഡ്വാൻസ് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ജി എസ് ടി രജിസ്ട്രേഷൻ നൽകുന്ന ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ആ ടാക്സ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞു വരുന്നത്. മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. നോൺ രജിസ്ട്രേഷൻ, അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവാസിയായ ബിസിനസ്സുകാരനും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജി എസ് ടി അതോറിറ്റിയുടെ മുമ്പാകെ നൽകണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ വ്യവസ്ഥകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അത് കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കും. അക്നോളജ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന റൂൾ 8 പ്രകാരമാണ്. അക്നോളജ്മെൻറ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഏകദേശം ഒരു ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യുക, സെക്ഷൻ 27 പ്രകാരം ഡിപ്പോസിറ്റ് ചെയ്യുക അഡ്വാൻസ് ആയിട്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് എമൗണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കൊടുക്കുക. അതിനുശേഷം മാത്രമേ, അത് ഓൺലൈൻ മുഖേന കൊടുത്താൽ മതി, അതിനുശേഷം മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് കിട്ടുകയുള്ളൂ, ഒറിജിനൽ ആയിട്ടുള്ള യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ ജി എസ് ടി നമ്പർ അല്ലെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നൽകിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, the provisions relating to the verification and grant of registration shall be applicable in the case of non-resident applicant also. The application for the registration made by a non-resident taxable person shall be duly signed or verified through an electronic verification code by his authorized signatory who shall be a person resident in India having a valid permanent account number. അതായത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് നമ്മുടെ രാജ്യത്ത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ, റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ എന്തെടുക്കാൻ പറ്റുള്ളൂ, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഇന്ത്യയിൽ താമസമാക്കിയിരിക്കുന്ന ആ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ എന്തുണ്ടായിരിക്കണം, മസ്റ്റായിട്ട് ഒരു പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ആ പാൻ കാർഡുള്ള വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ, ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന പാൻ കാർഡുള്ള വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഈ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഈ ജി എസ് ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് പരിശോധിച്ച് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഇയാൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ ഫോം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാർ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം കൃത്യമാണെന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുകയുള്ളൂ, ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റൻഷൻ ഇൻ ദ പീരീഡ് ഓഫ് ഓപ്പറേഷൻ ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ വേർ എ രജിസ്റ്റേർഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ intended to extend the period of registration indicated in his application for registration. An application form GST registration 11 shall be submitted electronically through a common portal before at the end of validity of registration guaranteed to him. The application shall be acknowledged only payment of the amount specified in section 27 clause 2. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിക്കോട്ടെ, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ, അവർക്ക് അവരുടെ ജി എസ് ടി രജിസ്ട്രേഷൻ കാലാവധി നീട്ടണമെങ്കിൽ അവർക്കൊരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുക്കാം. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 11 എന്ന് പറയുന്നത്. അതൊരു ഓൺലൈനായിട്ട് അവർ സബ്മിറ്റ് ചെയ്താൽ മതി. എനിക്ക് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ കാലാവധി അല്പം കൂടി സാവകാശം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കാലാവധി അല്പം കൂടി നീട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ മുഖേന ഒരു ആപ്ലിക്കേഷൻ ഫോം മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം
അംഗീകരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ GST രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്താണ് സെക്ഷൻ 27 പ്രകാരം ഇവരുടെ അഡ്വാൻസ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരുടെ രജിസ്ട്രേഷൻ കാലാവധി നീട്ടണമെന്നുള്ള ആപ്ലിക്കേഷൻ ഫോം ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ചിലപ്പോൾ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനാകാം, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ഇൻഡിൽ റൺ ചെയ്യാൻ അല്പം കൂടി സാവകാശം ആവശ്യമായിട്ട് വേണ്ടി വരും. അപ്പോൾ അവർ ടാക്സ് എമൗണ്ട് ഒക്കെ പേ ചെയ്യേണ്ടതാണ്, അല്പം കൂടി ടാക്സിബിൾ സപ്ലൈ നടത്തിയ ടാക്സ് എമൗണ്ട് ഒക്കെ പേ ചെയ്യാൻ അല്പം കൂടി സാവകാശമായിട്ട് വരും. ഈ ഒരു സന്ദർഭത്തിലൊക്കെ ആയിരിക്കും നോർമലി എന്താണ് കാഷ് ടാക്സിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിക്കോട്ടെ, പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാരായിക്കോട്ടെ അവരുടെ രജിസ്ട്രേഷൻ കാലാവധി അവർ നീട്ടുന്നത്. ഓക്കെ, പക്ഷേ ഈ രജിസ്ട്രേഷൻ കാലാവധി നീട്ടാൻ വേണ്ടി ഇവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 11 എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് ഈ ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റി സാങ്ഷൻ ചെയ്യണമെങ്കിൽ ഇവർ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം പേ ചെയ്യുന്ന അഡ്വാൻസ് ഡിപ്പോസിറ്റ് എമൗണ്ട് കൂടി പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് അവരുടെ രജിസ്ട്രേഷൻ കാലാവധി നീട്ടുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ അവർക്ക് ടാക്സിബിൾ സപ്ലൈ നടത്താൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ കൂടുതൽ സാവകാശം ആവശ്യമായിട്ട് വരുന്നു. അതുവഴി ഇപ്പോൾ ഞാൻ GSTയുടെ അകത്ത് കാർഷ്യൽ ടാക്സിബിൾ പേഴ്സൺ എന്ന രീതിയിൽ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ രജിസ്ട്രേഷനൊക്കെ എടുത്തു, അഡ്വാൻസ് ടാക്സ് ഗവൺമെൻറ്റിലൊക്കെ അടച്ചു. പക്ഷേ ഇന്ത്യയിൽ എൻ്റെ ബിസിനസ് റൺ ചെയ്തിട്ട് ടാക്സിബിൾ സപ്ലൈ നടത്തി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നടത്താൻ എനിക്ക് അല്പം സാവകാശം ആവശ്യമായിട്ട് വരുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കാലാവധി വേണമെങ്കിൽ നീട്ടാൻ പറ്റും. ഓക്കെ, ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെയാണ് നോർമൽ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്.